ഗുഡ് മോർണിംഗ്. അപ്പോൾ ഡേ 2 ആയിട്ടുണ്ട്. മണാലിയുടെ ഡേ 2 ആട്ടോ ഇന്ന്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ പോലെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ റൂമിൽ അവർ കൊണ്ടുതന്നിട്ടുണ്ട്. ഇത് കഴിക്കലാണ്. ഇന്ന് ഇതിന് ബ്രെഡും ജാമുണ്ട്, ആലു പൊറോട്ട. ഇത് ഐസിന് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഇന്ന് ഹിഡിംബ ടെമ്പിൾ ലോക്കൽ സൈറ്റ് സീയിങ് അല്ലേ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാ. വാ ഇറങ്ങ്, വല്ല നോക്കിയിട്ട്. നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കേട്ടോ വ്യൂ പുറത്തേക്കുള്ള നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ. എന്താ പുക കാണിച്ചെടുത്ത വാ നമുക്ക് പോവാലോ. ഇനി കാറി കയറിയിട്ട് എന്താ ആദ്യാ ഫുൾ ഐസായിട്ടുള്ളു കേട്ടോ വണ്ടി, അതുകൊണ്ട് ക്ലീൻ ചെയ്യലാന്ന്. ഇപ്പുറം തന്നെ ഈ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, ഹോട്ട് എയർ ബലൂണ്. അത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഇവിടുത്തെ ഐസ് എന്തായാലും നീക്കം ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ ഒന്നും ഇല്ല കേട്ടോ ഇവിടെയൊന്നും, അങ്ങനെ വലിയ ഷോപ്പൊന്നും ഇല്ല. ജിബർക്കഥ അവിടെ ഒരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്, വെള്ളം മേടിക്കാൻ വേണ്ടി പോയതാണ്. ഇന്നലെ രാത്രി നല്ല ഐസായിരുന്നു കേട്ടോ, കാണാൻ നല്ല ഇല്ലത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഹിഡിംബ ദേവി ടെമ്പിളിലേക്കാണ്. ഇതിന് ജാദുവിനെ പോലുണ്ട് ഫുള്ള് ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഇട്ട് കാണുന്നില്ല ആളെ. നമ്മുടെ നാടെല്ലാം പോലുണ്ടല്ലോ ഇത്. ഈ ഒരു മരങ്ങൾ കാണുമ്പോൾ എന്തോ ഒരു സൈഡിൽ കുറച്ച് ഗൂഢം കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓ ഇതാ സംഭവം, അതാ ഫോട്ടോ. ഓണോ സാരിയില്ല ഇല്ല, ഇവർക്ക് അത് എൻ്റെ ആഗ്രഹം എടുക്കാൻ. എന്തായാലും 3 ആള് നിന്നിട്ടുള്ള മമ്മീന്നാ വിളിക്കുന്ന. എന്താ ടെമ്പിൾ നല്ലുണ്ടല്ലേ കാണാന്. രാവിലെ നല്ല ആളും ഉണ്ട്. ഇതാരുടെ ജാക്കറ്റ് അവിടെ കഴിച്ചു വെച്ച് വരാൻ വിചാരിച്ചു ഞാൻ, പക്ഷെ നടക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. നോക്കി അടുക്കേ. ടെമ്പിള് താലെല്ലാം സാധനം ഉണ്ട്, നോക്കാം നമുക്ക്. എന്തായാലും അങ്ങോട്ടേക്ക് ഫുള്ള് ഷോപ്പാ തോന്നുന്നു കേട്ടോ, കാണുന്നുണ്ട് ഫുള്ളായിട്ട്. ടെമ്പിളിൽ കയറണമെങ്കിൽ പിന്നെ ഷൂസൊക്കെ കഴിച്ച് വെച്ചിട്ട് തന്നെ കയറണം. ഈ ഒരു ടെമ്പിൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ അവിടെ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചൊരു സംഭവമായിട്ട് ഇത്. ഫോട്ടോ എടുക്കണം.
ഇവിടെ ജുബർഖാന അവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഡ്രസ്സ്, ട്രഡീഷണൽ ഡ്രസ്സ്. നെക്സ്റ്റ് ഐസി कंप्लीट नहीं हुई. വേണ്ട വേണ്ട കഴിച്ചെനിക്കില്ല. ഐസിനത് ജാക്കറ്റ് ഫസ്റ്റ് റിമൂവ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് മര്യാദക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇത് ഐസിന് ജാക്കറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഓക്കെ ആ ഐസ് നടക്ക്, അവനെടുക്ക്. നെക്സ്റ്റ് ഐസിൻ്റെ കേട്ടോ. कैमरे से लूं मैडम, ये कैप उतारना है इसका, कैप पीछे मुड़ी ശരിയാക്കി മുടി മുടി सिंगल है ना, ड्रेस पहन के ഐസിന് റെഡിയായി. അടുക്കൊരു മിനിറ്റ്. ഓ റാബിറ്റിൻ്റെ ഉണ്ട് കേട്ടോ, അത് വയ്യ എടുക്കണോ? ഓക്കെ ഐസി ഈ റാബിറ്റിനെ എടുക്കുന്ന ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ, പേടിച്ചിട്ട് എടുക്കൂലെന്ന് വിചാരിച്ച്. പക്ഷെ ആള് കൂളായിട്ട് എടുത്തിട്ട് ഫോട്ടോന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു റാബിറ്റിനൊക്കെ പിടിച്ചിട്ട്. പിന്നെ ഈ ഒരു ഫ്രെയിം ഞാൻ സ്വപ്നം കണ്ടതാട്ടോ, അത്രയും അടിപൊളിയാട്ടോ ഇത്. ഈ ഒരു പ്ലേസിൻ്റെ, അതായത് ഹിഡിംബ ടെമ്പിളും പിന്നെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നില്ല, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ വൻവിഹാർ വരുന്നത്. പിന്നെ അവിടത്തേക്ക് പോകാൻ വിചാരിച്ച്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. അഡൽട്ടിന് അപ്പോൾ 8 years ആണെങ്കിൽ RS 10 rupees. ആ അത് ഇതാട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത്. ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് എന്തൊരു ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലമെല്ലാം കാണാൻ വേണ്ടിയിട്ട്, നൈസായിട്ടുണ്ട്. അതിലൂട്ടൊരു നടന്നു വന്ന് നല്ല രസമുണ്ടാവും. ഇങ്ങനെ അങ്ങ് കയറി പോക്കാട്ടോ. ഫുള്ള് ഈ ഒരു മരം ഇത് ഫുള്ള് ഈ ഒരു സംഭവം കേട്ടോ, ഇവിടെ ഫുള്ളായിട്ട്. ഐസിന് പിന്നെ എന്നേരം കുറച്ച് സമയത്തൊക്കെ ആ ജാക്കറ്റ് കഴിച്ചാലും തന്നെ തണുക്കുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്ത് വേഗം അത് ജാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരത്തെ തണുപ്പ് കുറവാണെങ്കിൽ ഇപ്പം ഉണ്ട് കേട്ടോ. സൈഡിലെല്ലാം ഈ ഒരു സംഭവം കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ഇരിക്കുന്ന സംഭവങ്ങളും
കണ്ടിട്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ വീഡിയോ ഊഞ്ഞാലെല്ലാം പൊട്ടിയിട്ടേ ഉള്ളേ. ആ ഒരുക്കോ ഓനിക്കും എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇതന്നെ സംഭവം അങ്ങനെ അവിടെ ഇരുന്നു പോലെ അവിടെ ഫുൾ ഐസിന്റെ വെള്ളം. ഗ്ലൗ ഇട്ടെ ആ ആ പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനത്തെ കുറേ മരങ്ങളും പിന്നെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്ക് പോലത്തെയാണ്. കുറച്ച് സമയം തന്നെ അവിടെ സ്പെൻഡ് ചെയ്ത്. ഞങ്ങൾ വരുന്ന ടൈമിൽ ഇത്രയും നാളില്ലേനല്ലേ. ഇപ്പം നോക്കിയാ നെടുമ്പാട്ടം ആ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ കുറേ ആളായി, ഇഷ്ടംപോലെ ആളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി ഇറങ്ങുന്നവെല്ലാം ഇപ്പം നോക്കിയിട്ട് നിങ്ങൾ വരുന്ന ടൈമിലുള്ള വ്യൂ നോക്കി ഇപ്പം നോക്കി ഇഷ്ടം പോലെ ആളായിട്ടുണ്ട്. ഇവിടെയും ഫുള്ളാളാ. ഇടുമ്പാണ്ടമ്പള്ളി ഇത് ഇവിടുന്ന് മുതലേ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും ആളുകളായിട്ടുണ്ട് ഇഷ്ടം പോലെ. ഞങ്ങൾ കുറച്ച് രാവിലെ തന്നെ ഇറങ്ങിയോണ്ട് കുഴപ്പമില്ലാണ്ട്. ഫുള്ളാളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ഇറങ്ങാം നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. കാല് വെല്ലിക്കുന്നിട്ട് ഇത് മെല്ലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഫുള്ള് എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ. ഒന്നാമത് അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ടെമ്പിളിലേക്ക് വേണ്ടുന്ന രംഗത്തും പൂളൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. റാബിറ്റിൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് എടുത്ത പോലത്തെ തിന്നുന്നുണ്ട് ഇവര്. ഇവിടെ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമുള്ള സംഭവം കേട്ടോ. ഓ മൈ ഗോഡ്. ഇവിടെ മാഗി ഇതിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഐസ് ചുബർക്കാ ഇതാ എവിടെ ഇതാ ഉണ്ടാ ഐസ് വെച്ചേ നോക്കട്ടെ. കൂളിംഗ് ഗ്ലാസ് നോക്കട്ടെ. ആ അവിടെ ഉണ്ട് കുറച്ച് അങ്ങേ സൈഡിൽ. ഗുഡ് മോർണിംഗ് സർ. ഏതാ ഇത്? ആ തെറ്റത്തിൽ എങ്ങനെയാണ് ഫസ്റ്റ് ബ്ലാക്ക് സില അത് താത്തി കൊടുക്കും. മറ്റേ ക്യാപ്പ് താത്തി കൊടുക്കേ. വലുതാ നോക്കട്ടെ. ഇല്ല ഇത് സെറ്റാ. നോക്കിയാ നിങ്ങളിങ്ങോ പാക്കുന്ന കുഴപ്പമില്ലല്ലോ.
अभी अभी आज कल ही लगाया है इसको, क्या प्रॉब्लम है? दिखाओ, मैं सही कर दूंगा। दिखाओ सर, एक ആ ഹാ പിന്നെ ഇവിടെ കുറേ വൂളൻ്റെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. വൂളൻ മെറ്റീരിയൽ. അടുക്കൊരു മിനിറ്റ് നോക്കട്ടെ. ഷോപ്പെല്ലാം ലഗാൻ വെക്കുന്നേ ഉള്ളൂ കേട്ടോ, അല്ല സെറ്റാക്കുന്നേ ഉള്ളൂ. ഫുള്ള് ഇങ്ങനത്തെ ഫുള്ള് കുറേ ഷോപ്പുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഇത് വാങ്ങിക്കാൻ ചേട്ടാ, എല്ലാം നല്ലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് വാങ്ങിച്ചോ. ഇല്ല, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. കേട്ടോ ആഴ്ചകൾ നല്ലുണ്ടല്ലേ. ആ അടിപൊളി. നെടുമ്പാ ടെമ്പിളിൽ നിന്ന് വരുമ്പോൾ കുറേ ഷോപ്പുണ്ട് കേട്ടോ ഇങ്ങനത്തെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ സാധനങ്ങളും ഉണ്ട്. മെയിനായിട്ട് പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ. ആ അത് ലൈവ് പെയിൻറ്റിങ്ങാണ്. ഇഷ്ടമുള്ള രീതിയിൽ അവർ വരച്ചു തരുമായിരിക്കും. ആ എഴുതി തരും. ഇത് വൂളൻ്റെ ഇത് അവർ കൈകൊണ്ട് തുന്നിയതാട്ടോ ഇത്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ല ഇല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഷൂസ് അടിപൊളി അയച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ പിന്നെ തണുപ്പായതുകൊണ്ട് മെയിനായിട്ട് വൂളൻ ഡ്രസ്സും വൂളൻ്റെ കുറേ ഐറ്റംസ് ആട്ടോ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോവാം. മാർക്കറ്റ് ഏരിയ തന്നെ പറയാം കേട്ടോ ഇവിടെ. ഈ ഓൾഡ് മണാലി എന്ന് പറയുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്ട്രീറ്റിനെ തന്നെ പറയുന്നത് കേട്ടോ. ഈ ഇടുമ്പാദേവി ടെമ്പിളിലേക്ക് പോകുന്ന ആ വഴിയും ഇവിടെയുള്ള കുറേ ഷോപ്സും ഈ ഒരു സ്ട്രീറ്റിനെ തന്നെ പറയുന്നത് കേട്ടോ. അത് കുറേ വീടുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ നേരെ കാർ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് പോക്കലാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. നെക്സ്റ്റായിട്ട് ഞങ്ങൾ പോയത് നാഗർ കാസിലേക്കാണ്. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ അവിടത്തേക്ക്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യലാന്ന്. നെക്സ്റ്റ് പാർട്ടിൽ കാണാം. അവിടെ നാഗർ കാസിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ മാൾ റോഡ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആരും മിസ്സാക്കാതെ കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.